നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസെപ്റ്റ്സ് ഓർ ഓറിയന്റേഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മെയിൻ ആയിട്ടും 5 മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, സെക്കൻഡ് വൺ പ്രോഡക്റ്റ് കൺസെപ്റ്റ്, തേർഡ് വൺ സെയിൽസ് കൺസെപ്റ്റ്, ഫോർത്ത് വൺ മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ സൊസൈറ്റിയൽ കൺസെപ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് കൺസെപ്റ്റ് ഇൻ ബിസിനസ്. This concept focuses on reducing costs by way of mass production. Consumers will prefer products that are widely available and inexpensive. അപ്പോൾ പ്രൊഡക്ഷൻ കൺസെപ്റ്റില് എല്ലാ ഫേമും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ ഏരിയയിലാണ്. ബൾക്കായിട്ട് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന വഴി പ്രോഡക്റ്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ആ പ്രോഡക്ട്സ് ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഈസിലി അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് കൺസ്യൂമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ ഫേമുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മാസ് പ്രൊഡക്ഷനിലാണ്. അപ്പൊ അതുവഴി കസ്റ്റമേഴ്സിന് ചീപ്പ് ആയിട്ടുള്ള രീതിയിൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് റൈറ്റ് ടൈമിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് കൺസെപ്റ്റ് ആണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. എ ഫേം ഫോളോയിങ് ദിസ് കൺസെപ്റ്റ് tries to introduce the best product based on quality and features. The firm utilizes its fullest energy and effort in the continuous improvement of the product. അപ്പോൾ പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ എന്താണ്, ഫേം ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രോഡക്റ്റിനകത്താണ് പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതൊരു ഫേമും അതിന്റെ ഫുൾ എനർജി അല്ലെങ്കിൽ അതിന്റെ ഫുൾ എഫേർട്ട് എന്ന് പറയുന്നത് എടുക്കുന്നത് എങ്ങനെയൊക്കെ ഈ പ്രോഡക്റ്റിനകത്ത് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരു ഫേം അതിന്റെ ഫുൾ എനർജി അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് എടുക്കുന്നത് പ്രോഡക്റ്റ് കൺസെപ്റ്റില്. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കൺസെപ്റ്റുകളാണ്. ഒന്ന് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ എങ്ങനെയാണ് ഫേം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷനിലാണ്. അപ്പൊ ബൾക്കായിട്ട് ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴി കോസ്റ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ചീപ്പ് കോസ്റ്റിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഇനി പ്രോഡക്റ്റ് കൺസെപ്റ്റിലോ അവിടെ പ്രൈസ് അല്ല നോക്കുന്നത്, അവിടെ എന്താ ക്വാളിറ്റി പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫേം അതിന്റെ ഫുൾ എഫേർട്സ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിനകത്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റിനകത്ത് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫേം അതിന്റെ ഫുൾ എനർജി വിനിയോഗിക്കും. അതാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ ചെയ്യുന്നത്. അപ്പം 2 കൺസെപ്റ്റുകളാണ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റും പ്രോഡക്റ്റ് കൺസെപ്റ്റും. തേർഡ് കൺസെപ്റ്റ് ആണ് സെയിൽസ് കൺസെപ്റ്റ്. The focus of this concept is to manufacture the products and then take maximum efforts to sell it in target market. Firms which uphold this concept concentrate on intense sales promotion efforts. അപ്പോൾ സെയിൽസ് കൺസെപ്റ്റ് പറയുന്നത് ഒരു ഫേം ആ ഫേമിന്റെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ ആ ടാർഗറ്റ് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് സെയിൽ നടത്തുന്നതിന് മാക്സിമം എഫേർട്ട് എടുക്കുക. അപ്പൊ സെയിൽസ് കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെയിൽസ് ഏരിയയിലാണ്. അപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് സെയിൽ നടത്തുക, മാക്സിമം സെയിൽസ് നടത്തുക. ഇതാണ് സെയിൽസ് കൺസെപ്റ്റിൽ ഓരോ ഫേമും മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു കൺസെപ്റ്റില് മാക്സിമം സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കും കാര്യങ്ങളും ഉപയോഗിക്കും. അപ്പം സെക്കൻഡ് കൺസെപ്റ്റ് പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ എന്തായിരുന്നു, ഫേം ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനകത്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കസ്റ്റമേഴ്സിനെ കൂട്ടാനാണ് ശ്രമിക്കുന്നെങ്കിൽ സെയിൽസ് കൺസെപ്റ്റിൽ എങ്ങനെയാണ്, പ്രോഡക്റ്റിനകത്തല്ല ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്, പകരം എന്താണ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എന്താണോ അതിനകത്ത് മാക്സിമം പ്രൊമോഷണൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സെയിൽ നടത്തുക. അതാണ് സെയിൽസ് കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെയിൽസ് മാക്സിമം സെയിൽ, അതാണ് സെയിൽസ് കൺസെപ്റ്റിൽ ഫേമുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ.
അപ്പൊ അതിന് വേണ്ടി അവര് അഡ്വർടൈസ്മെന്റ് അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് സെലക്ട് ചെയ്യുന്നു. അതായത് അതിനകത്ത് റീറ്റെയിലേഴ്സിന്റെ നമ്പർ കൂട്ടുന്നു. അപ്പൊ റീറ്റെയിലേഴ്സിന്റെ നമ്പർ കൂട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റീറ്റെയിലേഴ്സിന്റെ കസ്റ്റമേഴ്സും കൂടെ കൂടി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടുന്നു. അപ്പം അങ്ങനെ ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് സെലക്ട് ചെയ്യുന്ന വഴി അതുപോലെ തന്നെ പ്രൊമോഷണൽ ടെക്നിക്കുകളായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, ഡയറക്റ്റ് പേഴ്സണൽ സെല്ലിങ്, അതുപോലെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇതുപോലുള്ള പ്രൊമോഷണൽ ടെക്നിക്കുകളും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സെയിൽസ് കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മാർക്കറ്റ് കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് വ്യൂസ് customer as the key element of the marketing process. Firms attempt to know the needs and wants of the customer through market surveys and research. All marketing activities revolve around customers and they are considered as the king of the business. അപ്പോൾ മാർക്കറ്റ് കൺസെപ്റ്റിൽ ആരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെയാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള അറ്റംപ്റ്റ് ആണ് മാർക്കറ്റ് കൺസെപ്റ്റിൽ നടത്തുന്നത്. കാരണം ഒരു ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസിന്റെ റിയൽ കിങ് എന്ന് പറയുന്ന ആരാണ്? കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ എത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിന് ബെറ്റർ ആയിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്മേലോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ മേലോ നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്സും എന്താണ്? വർത്ത്ലെസ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൺസെപ്റ്റിൽ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിനാണ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് മാർക്കറ്റ് കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെയിൽസ് കൺസെപ്റ്റിൽ മാക്സിമൈസ് സെയിൽസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മാർക്കറ്റ് കൺസെപ്റ്റിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് സൊസൈറ്റിയൽ കൺസെപ്റ്റ്. The concept highlights social responsibility of a marketing firm. It states that a firm should balance customer satisfaction, profits and long-term welfare of the society. അപ്പൊ ഏതൊരു മാർക്കറ്റിംഗ് ഫേമിന്റെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് എപ്പോഴും സൊസൈറ്റിയുടെ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന എല്ലാ മാർക്കറ്റിംഗ് എഫേർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കണം? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ സൊസൈറ്റിയുടെ വെൽഫെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം മാർക്കറ്റിംഗ് എഫേർട്ട് എടുക്കാനായിട്ട്. അതാണ് സൊസൈറ്റിയൽ കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ അവിടെ സൊസൈറ്റിയുടെ മാർക്കറ്റിംഗിന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിനാണ് അവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെയിൽസ് കൺസെപ്റ്റിൽ മാക്സിമൈസ് സെയിൽസ് ആണെങ്കിൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൊസൈറ്റിയൽ കൺസെപ്റ്റിൽ എന്താണ്? മാർക്കറ്റിംഗിനുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും കൂടെ പെർഫോം ചെയ്യണം. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന എപ്പോഴും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും കൂടെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രോഫിറ്റ് എന്ന് പറയുന്ന ബിസിനസ് ഏൺ ചെയ്യാനായിട്ട്. ഇത്രയാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മൈക്രോ എൻവയോൺമെന്റ് ഓഫ് മാർക്കറ്റിംഗ്. Micro environmental factors are close to the organization and have a direct impact on the marketing operations. അപ്പൊ മൈക്രോ എൻവയോൺമെന്റ് ഓഫ് മാർക്കറ്റിംഗ്, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. അപ്പൊ മാർക്കറ്റിംഗ് ഒരു ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ കേസിൽ അത് ഓർഗനൈസേഷനുമായിട്ട് വളരെ അടുത്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതും ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെന്റൽ കമ്പോണൻസ് മെയിൻ ആയിട്ടും 6 കമ്പോണൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 1 കമ്പനി, 2 സപ്ലയേഴ്സ്, 3 മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, 4 കസ്റ്റമേഴ്സ്, 5 കോമ്പറ്റീറ്റേഴ്സ്, 6 പബ്ലിക്. ഇങ്ങനെ 6 കമ്പോണൻസ് ആണ് മൈക്രോ എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്ന 6 എണ്ണമാണ്. കമ്പനി, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, പബ്ലിക്. ഇതെല്ലാം എന്താണ്, ഒരു ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറ്റഗറീസ് ആണ് ഈ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടർ ആണ് കമ്പനി. Company includes the type of organization, its objectives, structure, management, vision and mission are important factors influencing the marketing policies and programs. ഒരു കമ്പനി എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ, ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ആ ഫേം അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് പോളിസീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു ബിഗ് ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരിക്കലും ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഫേമിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കത്തില്ല ഒരു സർവീസ് സെക്ടറിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചോ, അല്ലെങ്കിൽ വിഷനും മിഷനും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയുടെ സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാകാം, അല്ലെങ്കിൽ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻസ് ആകാം. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫാക്ടർ ആണ് സപ്ലയർ. Suppliers are parties who deliver the raw materials for the production of goods or services. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിലെ സപ്ലയർ എന്ന് പറയുന്നത് ഗുഡ്സ് പ്രൊഡക്ഷന് വേണ്ടി, ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ആകാം, അല്ലെങ്കിൽ സർവീസസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയാകാം ഒരു ഫേമിലോട്ട് റോ മെറ്റീരിയൽസ് ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന പാർട്ടീസിനെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ, ആ സപ്ലൈയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, എത്രമാത്രം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയുടെ ബേസിസിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഏറ്റവും ചീപ്പായിട്ടുള്ള കോസ്റ്റ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ, അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും അപ്പൊ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്. അപ്പൊ ഇതുപോലുള്ള കുറെ ക്യാരക്ടർ ഫീച്ചേഴ്സിന്റെ ബേസിസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ റൈറ്റ് ടൈമിൽ തന്നെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് റൈറ്റ് ടൈമിൽ മാർക്കറ്റിംഗ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ മാർക്കറ്റിംഗിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സപ്ലയേഴ്സ്. അപ്പൊ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. തേർഡ് ഫാക്ടർ ആണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്. ദേ ആർ പാർട്ടീസ് assisting in the promotion and distribution of goods and services of an organization to customers. അപ്പം ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു ഫേമിനെ അസിസ്റ്റ് ചെയ്യുന്ന പാർട്ടീസ് ആണ്. അത് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലാകാം, അല്ലെങ്കിൽ ആ ഗുഡ്സിന്റെ ആ ഫേമിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ ഫേമിനെ അസിസ്റ്റ് ചെയ്യുന്ന പാർട്ടീസ് ആകാം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അപ്പം
മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേംസ്, ഇതെല്ലാം എന്താണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് ആണ്. അപ്പൊ ഇതുപോലുള്ള മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഫങ്ഷൻസ് പെർഫോം ചെയ്താൽ മാത്രമേ ഒരു ഫേമിനെ, ആ ഫേമിന്റെ ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നവരാണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതുപോലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേംസ് ഒക്കെ. അവര് റൈറ്റ് ടൈമിൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഫേമിനെ സഹായിച്ചില്ലെങ്കിൽ ആ ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അത് കാര്യമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഫോർത്ത് ഫാക്ടർ ആണ് കോമ്പറ്റീറ്റേഴ്സ്. The competitors are rival firms marketing products and services similar to that of a firm. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് ആ ഫേമിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റ് ചെയ്യുന്ന റൈവൽ ഫേംസിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. റൈവൽ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിയോഗികൾ അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ. അപ്പൊ അങ്ങനെയുള്ള ഫേമുകളെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കോമ്പറ്റീറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് കീഴടക്കുന്നത്, അപ്പൊ ഇതുപോലുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ഓരോ ആക്ടിവിറ്റീസും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേമില് ഇൻഫ്ലുവൻസ് എന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഫേമിനെ മാർക്കറ്റിൽ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേം എന്ത് ചെയ്യണം? നമ്മുടെ ഫേമിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഫേമിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു ഫാക്ടറാണ് എന്ത്? കോമ്പറ്റീറ്റേഴ്സിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ആണ് കസ്റ്റമേഴ്സ്. Firms have to examine the needs and interests of their target market, otherwise the firms cannot survive in the market. അപ്പൊ ഏതൊരു ഫേമിനെ സംബന്ധിച്ചും അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ ആ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഫേമിന് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഫേം എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പം കസ്റ്റമേഴ്സ് ആണ് ഒരു ബിസിനസ് സംബന്ധിച്ച് ബിസിനസിന്റെ റിയൽ കിങ് എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിനെ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നോവേഷൻസ് കൊണ്ടുവരണം അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അവിടെ എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പൊ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ആ ഫേമിന്റെ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞ മെയിൻ ആയിട്ടും 5 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് കമ്പനിയുടെ ടൈപ്പ് അല്ലെങ്കിൽ വിഷൻ, ഒബ്ജക്റ്റീവ്, ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്തിരിക്കും. സെക്കൻഡ് കാറ്റഗറി സപ്ലയേഴ്സ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സപ്ലയേഴ്സ് റൈറ്റ് ടൈമിൽ തന്നെ അല്ലെങ്കിൽ റൈറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റൈറ്റ് ക്വാളിറ്റിയിലുള്ള റോ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ സപ്ലൈ ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു ഫേമിന്റെ ആക്ടിവിറ്റീസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. തേർഡാണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ്. ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേംസ് പോലെയുള്ള ഒരു മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ്, അതായത് ഒരു ഫേമിന്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫേമിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലോ ഫേമിനെ അസിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് പോലെയുള്ള മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫേമിന്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റൈറ്റ് ടൈമിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ആ ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ആണ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേം
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് സിമിലർ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫേമിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫേം എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ആണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഫേമിന് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, പ്രോഡക്റ്റിനകത്തും ചേഞ്ചസ് എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് പബ്ലിക് എന്ന് പറയുന്നത്. പബ്ലിക് മീൻസ് എനി പാർട്ടി ഹു മെയിൻറ്റെയിൻസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം. പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസിനെയാണ് നമ്മൾ പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ താഴെ പറയുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പബ്ലിക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പബ്ലിക്, ഗവൺമെന്റ് പബ്ലിക്, മീഡിയ പബ്ലിക്, സിറ്റിസൺ പബ്ലിക്, ലോക്കൽ പബ്ലിക്, ജനറൽ പബ്ലിക് ആൻഡ് ഇന്റേണൽ പബ്ലിക്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പബ്ലിക് ആണ് ഫിനാൻഷ്യൽ പബ്ലിക്. നമുക്കറിയാം ഫിനാൻഷ്യൽ പബ്ലിക് എന്ന് പറയുമ്പം ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആകാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അങ്ങനെയുള്ളവര് നമ്മൾ ഫിനാൻഷ്യൽ പബ്ലിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫിനാൻഷ്യൽ പബ്ലിക്കിൽ വരുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഫേമിന് എന്താണ്, ഫിനാൻസ് ആവശ്യമാണ്. അപ്പൊ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പബ്ലിക് ആണ് ഗവൺമെന്റ് പബ്ലിക് എന്ന് പറയുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, പുതിയ കുറെ പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെയാണ്, ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് പബ്ലിക് എന്ന് പറയുന്നത്. തേർഡ് കാറ്റഗറിയാണ് മീഡിയ പബ്ലിക്. മീഡിയ പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചുള്ള ന്യൂസ് ആകാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആകാം, അത് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസീസിനെയാണ് നമ്മൾ മീഡിയ പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ അത് ന്യൂസ് പേപ്പർ ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ മാഗസിൻസ് ആകാം, സോഷ്യൽ മീഡിയ ആകാം, റേഡിയോ ആകാം, ടെലിവിഷൻ ആകാം, ഇതെല്ലാമാണ് എന്ത്, മീഡിയ പബ്ലിക്കിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് സിറ്റിസൺ പബ്ലിക്. സിറ്റിസൺ പബ്ലിക് എന്ന് പറയുന്നത് ഒരു കൺട്രിയിലുള്ള ഡിഫറെന്റ് സിറ്റിസൺ ഗ്രൂപ്പ്സ്, അത് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആകാം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ അസോസിയേഷൻസ് ആകാം. അപ്പൊ ഇതുപോലെയുള്ള സിറ്റിസൺ ഗ്രൂപ്പ്സ് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ലോക്കൽ പബ്ലിക്. ലോക്കൽ പബ്ലിക് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് ഫേം, ഏത് മാർക്കറ്റിംഗ് ഫേം ആണോ ആ മാർക്കറ്റിംഗ് ഫേമിന്റെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാര്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കൊക്കോകോള കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പരിസര പ്രദേശത്തുള്ള ആൾക്കാരുടെ എല്ലാം കിണറ്റിലെ വെള്ളം വറ്റിപ്പോകുമെന്നൊരു പ്രശ്നം ആ പരിസരവാസികൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ കൊക്കോകോള കമ്പനി അവിടെ തുടങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതുപോലെ നമ്മൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലോക്കൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ലോക്കൽ പബ്ലിക്കും ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വണ്ണാണ് ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക് എന്ന് പറയുമ്പം മാസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലാർജ് പബ്ലിക്കിനെയാണ് നമ്മൾ ജനറൽ പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനറൽ പബ്ലിക് മജോറിറ്റി ആൾക്കാർ, ഈ മജോറിറ്റി ഗ്രൂപ്പിന്റെയും ഈ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് നമ്മുടെ ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ജനറൽ പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ്
പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരുടെ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ പർച്ചേസിങ് ബിഹേവിയറിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അതും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ലാസ്റ്റ് കാറ്റഗറിയാണ് ഇന്റേണൽ പബ്ലിക്. ഇന്റേണൽ പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആൾക്കാര്. അപ്പൊ അത് എംപ്ലോയീസ് ആകാം, അല്ലെങ്കിൽ മാനേജേഴ്സ് ആകാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം. അപ്പൊ ഇവരുടെ എല്ലാം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവരുടെ ഓർഗനൈസേഷനോടുള്ള ഇവരുടെ ബിഹേവിയർ എല്ലാം ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇപ്പൊ ഫിനാൻഷ്യൽ പബ്ലിക് എന്ന് പറയുന്ന ഫേമിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്. ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ മീഡിയ പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസി, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ അതുപോലുള്ള മീഡിയ പബ്ലിക് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സിറ്റിസൺ പബ്ലിക്, ഒരു കൺട്രിയിലുള്ള ഡിഫറെന്റ് സിറ്റിസൺ ഗ്രൂപ്പ്സ്, അതായത് കൺസ്യൂമർ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് അസോസിയേഷൻ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലോക്കൽ പബ്ലിക്, മാർക്കറ്റിംഗ് ഫേമിനോട് അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. ജനറൽ പബ്ലിക്, പൊതുവായിട്ടുള്ള മാസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലാർജ് പബ്ലിക്കിന്റെ ഒരു പ്രോഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അതും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഇന്റേണൽ പബ്ലിക്, ഒരു ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസ് ആകാം, മാനേജേഴ്സ് ആകാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം. അപ്പൊ ഫേമിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർക്ക് ഓർഗനൈസേഷനോടുള്ള ബിഹേവിയർ എങ്ങനെയാണ്, ഇതും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇത്രയാണ് മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളതും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഫാക്ടേഴ്സ് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ് മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്, ഒരു ഫേമിന് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ദ മൈക്രോ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് unpredictable and uncontrollable external factors that affect the environment as a whole. അപ്പൊ മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിന് പുറത്തുള്ള, ഒരു ഫേമിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, ഫേമിന് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിന് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആ ഫാക്ടേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് എങ്ങനെയായിരിക്കും, അതിന്റെ ആ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഫേമിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിന് പുറത്തുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് first one demographic factors, second one economic factors, third one cultural factors, fourth one natural factors, fifth one technological factors and sixth one political factors. ഇങ്ങനെ 6 മൈക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതിൽ ഫസ്റ്റ് വൺ ആണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്. Demography refers to the characteristics of the population chosen for marketing. ഇപ്പൊ ഡെമോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അപ്പൊ ഈ ഡെമോഗ്രഫിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സൈസ്, ലൊക്കേഷൻ, age, gender, race and occupation of the population. Population size ആകാം, population location ആകാം, age ആകാം, gender ആകാം, race ആകാം, occupation ആകാം. അപ്പൊ ഈ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ആ ലൊക്കേഷനുള്ള പോപ്പുലേഷന്റെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട്
പീപ്പിളിന്റെ ബൈയിങ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലൊക്കേഷന്റെ കേസ്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ ബൈയിങ് ഹാബിറ്റ് ആയിരിക്കത്തില്ല അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഏജ് എന്ന് പറയുകയാണെങ്കിൽ യൂത്ത് യങ്സ്റ്റേഴ്സിന്റെ ഒരു ബൈയിങ് ഹാബിറ്റ് അല്ല, കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജെൻഡറിന്റെ കേസ് പറയുകയാണെങ്കിൽ മെയിലിന്റെ ഒരു ബൈയിങ് ഹാബിറ്റ് ആയിരിക്കത്തില്ല ഫീമെയിൽ കുറച്ചും കൂടി ഷോപ്പിംഗ് അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി, ഇതിപ്പോ ചില മതങ്ങൾക്കൊക്കെ പ്രത്യേകമായ ഡ്രസ് കോഡ് അല്ലെങ്കിൽ അവരുടെ കുറെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങള്, അപ്പൊ ഓരോ റേസിനനുസരിച്ചും അവർ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ഒക്യുപ്പേഷൻ അനുസരിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ബൈയിങ് ഹാബിറ്റ്, അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻകം കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ. ഇനി സെക്കൻഡ്, അപ്പൊ ഇതാണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സിന്റെ ബേസിസിൽ ആൾക്കാരുടെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് എക്കണോമിക് ഫാക്ടേഴ്സ്. The economic environment consists of factors that influence the purchasing power of consumers in the market. അപ്പൊ ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ആ ഫേമിന്റെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ഇൻകം, സേവിങ്സ്, അതുപോലെ എക്സ്പെൻഡിച്ചർ ആൻഡ് കൺസംഷൻ പാറ്റേൺ. അപ്പൊ ഇൻകം കൂടുതലാണെങ്കിൽ അവരുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സേവിങ്സ് കൂടുതലാണെങ്കിൽ എന്താണ് പർച്ചേസിംഗ് പവർ കുറവായിരിക്കും. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ കൂടുന്നതനുസരിച്ച് പർച്ചേസിംഗ് പവറും കൂടും. അതുപോലെ കൺസംഷൻ പാറ്റേൺ, ഇതെല്ലാം എന്താണ് ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇൻകം, അതുപോലെ തന്നെ സേവിങ്സ്, എക്സ്പെൻഡിച്ചർ, അതുപോലെ കൺസംഷൻ പാറ്റേൺ. ഈ 4 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ പർച്ചേസിംഗ് പവർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെ അത് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൊറോണ സിറ്റുവേഷൻ തന്നെ എടുക്കാം. കൊറോണ സിറ്റുവേഷനിൽ എന്താണ് ആൾക്കാരുടെ ഇൻകം എന്ന് പറയുന്നത് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അവർ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് ആൾക്കാരുടെ കുറയും. അപ്പം എന്താണോ ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷൻ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആൾക്കാരുടെ പർച്ചേസിംഗ് പവറിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചെലുത്തുന്നു. അപ്പൊ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ പർച്ചേസിംഗ് പവർ, ആൾക്കാരുടെ ഇൻകം കുറവാണ്, അപ്പൊ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് കുറയും. കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ ആണെങ്കിലും കുറവായിരിക്കും. അപ്പൊ അതും പർച്ചേസിംഗ് പവർ കുറയാനായിട്ട് കാരണമാവുന്നത്. അതാണ് സെക്കൻഡ് ഫാക്ടർ, എക്കണോമിക് ഫാക്ടേഴ്സ്. ഇനി തേർഡ് വൺ ആണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂസ്, നോംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദ സൊസൈറ്റി. The marketing decisions of the firm are greatly influenced by these factors in the cultural environment. അപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന വാല്യൂസ് ആകാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉള്ള നോംസ് ആകാം, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ട്രഡീഷൻസ് ആകാം. അതാണ് ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിലെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്നത് എന്താണ് വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഈ ഫാസ്റ്റ് ഫുഡുകൾ വന്നത്. അപ്പം അതെന്താണ് അങ്ങനെ ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ്, ആ കൾച്ചറൽ ഫാക്ടേഴ്സ് സൊസൈറ്റിയുടെ കൾച്ചറൽ ഫാക്ടേഴ്സും ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. It includes effective utilization of natural resources for the manufacturing of
പ്രോഡക്റ്റ്. അപ്പം നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഒത്തിരി വേസ്റ്റ് ആയി പോകും. അതുപോലെ തന്നെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വേസ്റ്റ് ആയിട്ട് പോകും ഐറ്റംസ്. അപ്പൊ അതെന്ത് ചെയ്യും? അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് തള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകും. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അതിന്റെ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷനെ അത് അഫക്ട് ചെയ്യും. അത് കൺട്രിയുടെ ഇൻകത്തിനെ അഫക്ട് ചെയ്യും. അപ്പൊ അത് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് technological factors. It includes innovations and modifications in production and marketing are the outcomes of advancement in technology. അപ്പം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എപ്പോഴും എന്താണ്? ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും ചേഞ്ചസ് എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്? ഒരു പ്രോഡക്റ്റിനകത്ത് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഫേംസ് കൊണ്ടുവരും. അപ്പം ഈ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന വഴി ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഒരു ഫേമിന് ചേഞ്ചസ് എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടി വരും. അപ്പം മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒരെണ്ണമാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. It includes government policies, various rules and legislations affecting the marketing operations. അപ്പം ഏതൊരു ഫേമും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്താണ്? ആ കൺട്രിയിൽ നിലവിലുള്ള ഗവൺമെന്റ് പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ ലെജിസ്ലേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നോക്കിയ ശേഷം മാത്രമേ ഒരു ഫേമിന് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺട്രിയിൽ നിലനിൽക്കുന്ന ടാക്സ് പോളിസി എങ്ങനെയുള്ളതാണ്, അതുപോലെ തന്നെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലുള്ള കുറേയേറെ ഫാക്ടേഴ്സ് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും കൺട്രിയിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്ന ഒരു കൺട്രി ആണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിങ് പോസിബിൾ ആവത്തില്ല. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയി പോകും. അപ്പൊ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഒരു കൺട്രിയിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് പോളിസികളാകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഗവൺമെന്റ് പോളിസീസ് ആകാം, അതുപോലെ തന്നെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആകാം, ടാക്സ് പോളിസികളാകാം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ടും 6 മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, അതായത് പോപ്പുലേഷന്റെ സൈസ്, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ, റേസ്, ഓക്യുപ്പേഷൻ, ഇതിനെല്ലാം ബേസിസിൽ എന്താണ് കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ആണ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ പർച്ചേസിംഗ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും വരുന്നത് കസ്റ്റമേഴ്സിന്റെ ഇൻകം, അവരുടെ സേവിംഗ് ഹാബിറ്റ് എങ്ങനെയുള്ളതാണ്, അതുപോലെ എക്സ്പെൻഡിച്ചർ, അതുപോലെ കൺസംഷൻ പാറ്റേൺ, ഇതുപോലുള്ള കാര്യങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പർച്ചേസിംഗ് പവറിൽ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ആണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന സൊസൈറ്റിയുടെ വാല്യൂസ്, നോംസ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ട്രഡീഷൻസ്, പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ട്രഡീഷൻസ് ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള ട്രെൻഡാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ വെസ്റ്റേൺ കൾച്ചറിലുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഫേമുകളുടെ പ്രോഡക്ട്സിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സും ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നാച്ചുറൽ റിസോഴ്സസിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കൂടും, അത് എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകും. അപ്പൊ ഭാവിയിലോട്ട് ഈ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും.
ഫിഫ്ത്ത് വൺ ആണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴും ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഒരു ഫേമിന് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണ്? ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിനകത്ത് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നു. ഈ ഇന്നോവേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഔട്ട്പുട്ട് ആണ് ഈ ഇന്നോവേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോഡക്റ്റിൽ വരുന്ന ചേഞ്ചസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഒരു കൺട്രിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടാക്സ് പോളിസീസോ അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് റൂൾസ് ഇതെല്ലാം എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഈ 6 എണ്ണാണ് മെയിൻ ആയിട്ടുള്ള മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Thank you.